അയ്യോ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വലിയ കൂടുതലൊന്നുമല്ല നമ്മുടെ കല്യാണത്തിന് പോകല്ലേ അപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് മേക്കപ്പൊക്കെ ഇട്ടു അങ്ങനെ പറഞ്ഞാൽ പൊട്ടിയൊന്നും ഇട്ടില്ല കേട്ടോ. നിങ്ങളാരും പറയില്ല പൊട്ടി ഇട്ടില്ല. കുറേ ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക് ഇട്ടില്ല ഇങ്ങനെ കാണാൻ ഒരു ഭംഗിയില്ല. അവിടെ കുറച്ച് ഏറെ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഒരു കല്യാണത്തിന് പോലെ ഇരിക്കട്ടെ കുറച്ച് അങ്ങനെ കണ്ണൊക്കെ എഴുതി. അപ്പോഴാണ് എൻ്റെ മുഖത്ത് എന്തോ ഒരു കുറവ്, ഒരു പൊട്ടിൻ്റെ കുറവുണ്ട്. അങ്ങനെ ഞാൻ ഓടിച്ചെന്നൊരു പൊട്ടും എടുത്ത് കുത്തി. ഒരു പൊട്ടില്ലാതെ തന്നെ കാണാൻ ഭംഗിയില്ലല്ലോ ഗൈസ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ഓടിച്ചെന്നിട്ട് കമ്മൽ ബോക്സ് എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യുന്നൊരു കമ്മലുണ്ടായോ, ആ കമ്മൽ ബോക്സിൻ്റെ പിന്നെ ലിങ്ക് ഞാൻ ഇട്ടേക്കാമേ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങണം. അതേപോലെ തന്നെ ഈ ചുരിദാറിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാമേ. വലിയ വിലയൊന്നുമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും കയറി ഒന്ന് നോക്കുക, ഇഷ്ടമാണെങ്കിൽ ഒന്ന് വാങ്ങണേ. അങ്ങനെ കമ്മലൊരു പച്ചക്കളർ കമ്മൽ ഞാൻ എടുത്തു. പച്ച ചുരിദാറിന് പച്ചക്കമ്മൽ കൊള്ളാമോ, ഒരു സ്റ്റഡാണ്, അതാണ് ഞാൻ ഇട്ടത്. പക്ഷേ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എനിക്ക് ചേരുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാനത് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. 12 മണിക്കാണ് കിട്ടുക. 11:50 ഞങ്ങളിവിടെ നിൽക്കുന്നതേ ഉള്ളൂ. കമ്മൽ മാറി ഗൈസ്. ആ കമ്മലിട്ടപ്പം എല്ലാം പച്ചമയം വേണ്ടാന്നുള്ളതാണ്. അവൻ ബാമയും ഇവിടെ ആളെ ഇതാണ് മീൻ പൊടിങ്ങി ഗൈസ്. ഇതാണ് മീനുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഓടിപ്പടച്ച് അവിടെ എത്തിയപ്പോഴത്തേക്ക് പുറത്തൊരൊറ്റ ആളില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഞാനാണോ ആദ്യം എത്തിയത്. നല്ല ഗൈസ്, ഞാനാണ് ഏറ്റവും അവസാനം എത്തിയത്. അവിടെ കല്യാണം കഴിഞ്ഞു. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന്. ഇതൊക്കെ എൻ്റെ അയൽവക്കത്തെ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. അവരോടൊക്കെ കുറച്ച് നേരം കഥകളെല്ലാം പറഞ്ഞ് കുറച്ച് ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. അതിനെ അറിയുമോ, വിദ്യാക്കണ്ണൻ എൻ്റെ ലൈവിൽ എപ്പോഴും വരുന്നതാണ്. വിദ്യാക്കണ്ണൻ എൻ്റെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത് അറിയാമോ ഗൈസ്. ഇതാണ് വിദ്യാക്കണ്ണൻ. അങ്ങനെ കുറേ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ എടുത്തു. പെണ്ണയും ചെറുക്കനും എടുത്തു കേട്ടോ. ഇതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട്, വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് അവിടെ ചെന്നു. കഴിക്കാനാണോ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സദ്യ കഴിക്കാനാണ് കല്യാണത്തിന് വരുന്നത്. എനിക്ക് സദ്യ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു, തന്നെ കഴിക്കുന്നു ഗൈസ്. ആരും എടുക്കാൻ നമ്മുടെ സ്വന്തം വീട്ടിലെ കല്യാണം പോലെ ആരും തിക്കോ തിരക്കോ ഒന്നുമില്ല. സ്വസ്ഥമായിട്ട് ഞങ്ങളിരുന്ന് കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. പ്രഥമനും പിന്നെ പാൽപ്പായസവും ഒക്കെ പഴമെല്ലാം കൂട്ടി നന്നായിട്ട് കഴിച്ചു. അതൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കാനത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കുന്നതൊക്കെ കാണിച്ചേനെ. അങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പായസവും കിട്ടി, പ്രഥമനും കിട്ടി, പായസവും കിട്ടി, പ്രഥമനും കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ലാവിഷായിട്ട് വന്നു. അന്ന് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തരും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.